എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോകു അവനാണെങ്കിൽ ഒരുപാട് ഫൈറ്റിനൊക്കെ ശേഷം ഇപ്പൊ ആ ഗ്രാമമുഖ്യനെ മോചിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. സ്നോയ്ക്കും അവന്റെ ഫാമിലിക്കും അവരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അവരൊരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ ഗോകുവിനെയും എൽഡറിനെയും ആ ഒരു റോബോട്ടിനെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ ക്ഷീണം മാറ്റാനായിട്ട് അവന്റെ പ്രധാന വിനോദം അത് മറ്റൊന്നുമല്ല, ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുക. അതങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൽഡറും ആ റോബോട്ടും സ്നോയും അവരുടെ പപ്പയും അമ്മയും എല്ലാവരും കൗതുകത്തോടു കൂടെ ഗോകു ഫുഡ് കഴിക്കുന്നത് നോക്കിയിരിക്കും. ഗോകു ആണെങ്കിൽ കിട്ടുന്നതെല്ലാം ആർത്തിയോടെ വാരി വാരി തിന്നും. വാവ്, നല്ല ഫുഡ്. ഇതിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും രുചികരമായിട്ടുള്ള ഫുഡ് അത് ഞാൻ കഴിക്കുന്നത്. ഇതെനിക്ക് തന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. അതിന് സ്നോയുടെ പപ്പ പറയും, സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും നന്ദി പറയേണ്ടത് നിന്നോടാണ്. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ചീഫിനെ മോചിപ്പിച്ചത് നീയാണ്. ഞങ്ങൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യം അത് നേടിത്തന്നത് നീ തന്നെയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. സോ അതുകൊണ്ട് എന്നും ഞങ്ങൾ നിനക്ക് മുൻപിൽ കടപ്പെട്ടവനായിരിക്കും. ഉടനെ സ്നോയുടെ അമ്മയാണെങ്കിൽ ആ ഡ്രാഗൺ ബോളിനെ കുറിച്ച് ചോദിക്കും. ആ ഡ്രാഗൺ ബോള് നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞോ? അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വീണ്ടും വീണ്ടും നേവിക്കാർ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവർ വീണ്ടും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും ആ ഒരു ഡ്രാഗൺ ബോളിന് വേണ്ടി. അതിനായി എൽഡർ പറയും, ആ ഡ്രാഗൺ ബോള് ഇതിനുവേണ്ടി ഒരുപാട് പേര് അന്വേഷണം നടത്തി, പക്ഷെ ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് ആ പപ്പയും പറയും, അതെ, അത് ശരിയാണ്. ഞാനടക്കം ഒരുപാട് പേര് രാവും പകലും ഇല്ലാതെ അതിനുവേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒരു സൂചന പോലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ അനുമാനം അത് തെറ്റായിരിക്കും. ആ ഡ്രാഗൺ ബോള് അതിവിടെ ഉണ്ടായിരിക്കില്ല. അത് കേൾക്കേണ്ട താമസം ആ റോബോട്ടാണെങ്കിൽ ചാടി എഴുന്നേക്കും. എല്ലാവരും വണ്ടടിച്ച് ആ റോബോട്ടിനെ നോക്കും. എന്തുപറ്റി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ പറയും, ആ ഡ്രാഗൺ ബോള് അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവന്റെ പോക്കറ്റിൽ നിന്ന് 2 സ്റ്റാറുള്ള ഒരു ഡ്രാഗൺ ബോൾ അത് പുറത്തേക്ക് വെക്കും. ഗോകു ആണെങ്കിൽ അത് ടച്ച് ചെയ്ത് നോക്കും. അതെ, അത് ഒറിജിനൽ സ്റ്റാർ ഡ്രാഗൺ ബോൾ തന്നെയാണ്. റോബോട്ട് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, ആക്ച്വലി എനിക്കിത് ഐസ് ക്യൂബുകൾക്കിടയിൽ നിന്നാണ് കിട്ടിയത്. ആ ചീഫ് ഓഫീസറിനെ ഏൽപ്പിക്കാനായിട്ട് ആളുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ആൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാനിത് അയാളിൽ നിന്ന് മറച്ചു പിടിച്ചു. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ആ ഗ്രാമത്തലവനാണെങ്കിൽ റോബോട്ടിനോട് പറയും, നീ ചെയ്തത് നല്ല കാര്യമാണ്. എന്നെപ്പോലുള്ളവരെയാണ് ഈ ഗ്രാമത്തിന് ആവശ്യം. സോ നീയും ഗോകുവും ഞങ്ങളോടൊപ്പം ഈ ഗ്രാമത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റോബോട്ടിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഗോകു ആണെങ്കിൽ അവരോട് നന്ദി പറയും. നിങ്ങളുടെ സ്നേഹത്തിന് എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല, പക്ഷേ എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ വലിയൊരു യാത്രയിലാണ്. എന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. സ്റ്റാറുള്ള ഒരു ഡ്രാഗൺ ബോൾ അത് കണ്ടെത്താനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് 2 സ്റ്റാറുള്ള ഡ്രാഗൺ ബോൾ ആണ് ഇപ്പൊ കണ്ടെത്താൻ കഴിഞ്ഞത്. സോ എന്റെ ഗ്രാൻഡ് പേയുടെ ആ ഒരു ഡ്രാഗൺ ബോൾ എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. അത് കേട്ട് ആ റോബോട്ടും പറയും, അതെ, എനിക്കും ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല, ഞാനും ഇവിടുന്ന് കടന്നു പോകും. ഗ്രാമത്തലവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, എന്തുകൊണ്ട് നീ ഇവിടുന്ന് പോകുന്നു? ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ ഒരു റോബോട്ട് ആണെങ്കിലും നിനക്ക് നല്ല മനസ്സാണ്. അതിനവൻ പറയും, എനിക്ക് ഇവിടെ നിൽക്കാൻ നല്ല ഇഷ്ടമുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവന് അത് വലിയ അപകടമാണ്. അത് കേട്ട് ഗോകു ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ഒരു നിഞ്ചയാണ് ആ റോബോട്ടിന്റെ ബോഡിയിൽ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവനെ അറിയിച്ചത്. ആ കാര്യം ഓർത്ത് ഇപ്പൊ ഗോകുവും ഷോക്കാവും. അതിന് ആ എൽഡറും പപ്പയും അമ്മയും അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ ഗ്രാമത്തിൽ വളരെ ബുദ്ധിമാനായ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ കഴിയാത്തതായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം നിന്നെ സഹായിക്കും. നീ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ബോംബ് അത് വളരെ സ്മൂത്ത് ആയിട്ട് അദ്ദേഹം പുറത്തെടുക്കും. നിനക്ക് ഹാപ്പി ആയിട്ട് പിന്നീട് ഇവിടെ ജീവിക്കാനായിട്ട് കഴിയും. പക്ഷേ ആൾക്ക് എല്ലാവരെയും അത്ര ഇഷ്ടമൊന്നുമല്ല. വളരെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ അദ്ദേഹം മനസ്സറിഞ്ഞ് സഹായിക്കാറുള്ളൂ. അത് കേട്ട് സ്നോപ്പെണ്ണ് പറയും, അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ചെന്നാലും സന്തോഷത്തോടു കൂടെയാണ് എന്നെ സ്വീകരിക്കുക. സോ റോബോട്ടുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാം. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹം സഹായിക്കും. അതൊരു നല്ല ഐഡിയ ആണെന്ന് ഇപ്പൊ ഗ്രാമമുഖ്യനും അവളുടെ പാരൻസും പറയും. ഗോകു ആണെങ്കിൽ അത് കേട്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും അദ്ദേഹത്തെ കാണാനൊരു ആഗ്രഹം. സോ ഞാനും നിങ്ങളോടൊപ്പം വരാമെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പൊ തകർന്നു കിടക്കുന്ന ആ ബിൽഡിംഗ് കാണും. അതിന്റെ ഇടയിലൂടെ ആ വില്ലൻ നിഞ്ച അവൻ പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യും. ആ സ്നോ പെണ്ണ് ആ ഡ്രാഗൺ ബോൾ 2ഉം കാര്യമായിട്ട് ചെക്ക് ചെയ്യാണ്. അതിന് ഗോകു പറയും, അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ എടുത്തോ. അവളാണെങ്കിൽ പേടിച്ചു പറയും, അയ്യോ ഇല്ല ഇല്ല, എനിക്കിത് വേണ്ട. ആ സോൾജിയേഴ്സ് അവരെന്നെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. സോ ഇത് നീ തന്നെ വെച്ചോന്ന് പറഞ്ഞ് ഗോകുവിന് തിരികെ കൊടുക്കും. അതിനുശേഷം ഗോകു ആണെങ്കിൽ അവന്റെ റഡാർ കാണിച്ചു കൊടുക്കും. ഇതാണ് ആ ചീഫ് എന്നോട് ആവശ്യപ്പെട്ട റഡാർ. എന്റെ ഫ്രണ്ട് ഗുൽമയാണ് ഇതെനിക്ക് ഗിഫ്റ്റായി തന്നത്. പക്ഷേ ഇതിനെന്തോ പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട്, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. അതിന് സ്നോ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല,
ഡോക്ടർ സയന്റിസ്റ്റിന് ഇതും റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ 3 പേരും ഗ്രാമത്തിലുള്ളവരോട് യാത്ര പറഞ്ഞ് ഇപ്പോൾ ആ ഡോക്ടറിന്റെ സ്ഥലത്തേക്ക് പോവാണ്. ആണെങ്കിൽ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് നടന്നു കഴിയുമ്പോൾ സ്നോ ദൂരത്തായിട്ട് വലിയൊരു മല കാണിച്ചു കൊടുക്കും. ആ മലയ്ക്ക് അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീട്. തീർച്ചയായിട്ടും എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാവെന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു വില്ലൻ നിഞ്ച അവൻ നമ്മുടെ ആൾക്കാരെ നോക്കി ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ഉടനെ ഗോക്കു ആണെങ്കിൽ ആ മരത്തെ ലക്ഷ്യമാക്കി ഓടും. അവനാണെങ്കിൽ നൈസായിട്ട് മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കും. അവനവിടെ മൂത്രം ഒഴിച്ച് ഇപ്പൊ വീണ്ടും അവരുമായിട്ട് യാത്ര ആരംഭിക്കും. ആ നിഞ്ചയ്ക്കാണെങ്കിൽ കലി സഹിക്കാനാവില്ല. ഇവിടെ നമ്മുടെ ആൾക്കാർ ഓജനായി കിടക്കുന്ന ഒരു നദിയിലേക്ക് വരികയാണ്. അവർ 3 പേരും അവിടേക്ക് എടുത്തു ചാടും. ബോട്ടാണെങ്കിൽ അവിടേക്ക് എടുത്തു ചാടുമ്പോൾ ആ ഒരു സ്ഥലം അത് ചെറുതായിട്ട് ഒന്ന് ക്രാക്കൊക്കെ വീഴുകയാണ്. അവരങ്ങനെ പതിയെ മുൻപോട്ടേക്ക് നടന്നു പോകും. തൊട്ടു പിന്നാലെ ആ നിഞ്ച അവനും ആ നദിയിലേക്ക് എടുത്തു ചാടും. പക്ഷെ എന്താ, അത് തകർന്ന് അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവാണ്. അവര് തിരിഞ്ഞു നോക്കും, പുറകിൽ ആരുമില്ല. ഇവിടെ നിഞ്ചയാണെങ്കിൽ വെള്ളത്തിൽ ശ്വാസം മുട്ടി പുറത്തു വരാൻ കഴിയാതെ ഇപ്പൊ ഐസിൽ ഞെട്ടിക്കും. ഒരു വിധത്തില് അവൻ ഐസ് തകർത്ത് പുറത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ അങ്ങനെ നടന്നു നീങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാർ നടന്ന് ഓൾമോസ്റ്റ് ആ ഡോക്ടറിന്റെ വീടിന്റെ അടുത്തെത്തി കഴിഞ്ഞു. സ്നോപ്പെണ്ണാണെങ്കിൽ ദൂരത്തായിട്ട് ഡോക്ടറിന്റെ വീട് കാണിച്ചു കൊടുക്കും. അപ്പോഴായിരിക്കും അവരുടെ തൊട്ട് പിന്നാലെ ഒരു കരടി അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുക. അതൊരു കരടിയാണെന്ന് പറഞ്ഞ് ആൾക്കാർ അതിനെ തന്നെ നോക്കും. ആക്ച്വലി അത് കരടിയല്ല, ആ നിഞ്ചയാണ്. അവനാണെങ്കിൽ കരടിയെ പോലെ കുട്ടിക്കാരനം മറിഞ്ഞും എടുത്തു ചാടിയും അവനൊരു കരടി തന്നെയാണെന്ന് കാണിക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അടുത്ത നിമിഷം അവന്റെ അടിതെറ്റി അവൻ അങ്ങനെ ഉരുണ്ടുരുണ്ട് ഒരു മരത്തിൽ പോയി ഞെട്ടിക്കുകയാണ്. അതേസമയം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഡോക്ടറിന്റെ വീട്ടിലേക്ക് വന്ന് ഡോർ നോക്ക് ചെയ്യും. ഡോക്ടർ ആണെങ്കിൽ ഒരു റൈഡൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് വരികയാണ്. പിന്നീട് അവരെല്ലാവരും ഡോക്ടറിന്റെ വീടിന്റെ അകത്തേക്ക് പോയി നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയും. ഡോക്ടറിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, നിങ്ങൾക്ക് 2 പേർക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ആ നേവി സോൾജിയേഴ്സ് അവരെപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വന്നു അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഗ്രാമത്തിന്റെ സയന്റിസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് എന്റെ എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. നിന്റെ ബോഡിയിലുള്ള ആ ഒരു ബോംബ് അത് ഞാൻ പുറത്തെടുക്കാമെന്ന് പറയും. റോബോട്ടിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അവർ ഒരു സെക്കൻഡ് ഗോക്കുവിനെ നോക്കും. ഗോക്കു ആണെങ്കിൽ തളർന്ന് ബോധം കെട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഡോക്ടർ പറയും കുഴപ്പമില്ല, അവന് നല്ല ക്ഷീണം കാണും, അവന് പുതയ്ക്കാനായിട്ട് ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. ആള് റൂമിലേക്ക് വരും. പക്ഷെ അവിടെ ആ നിഞ്ച അവനാണെങ്കിൽ ഇപ്പൊ ഡോക്ടറിനെ ലോക്ക് ചെയ്യാണ്. ആൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ അവൻ കത്തികൾ വലിച്ചെറിഞ്ഞ് ഡോക്ടറിനെ ലോക്ക് ചെയ്യാണ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആ ഒരു ജയന്റ് റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളാണെന്നുള്ള കാര്യം ഈ ഗ്രാമത്തിലുള്ള ആർക്കും തന്നെ അറിയില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രാമത്തിലുള്ളവർ ഞങ്ങളെ കാർക്കിച്ചു തുപ്പും. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മുൻപോട്ടേക്ക് പോവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ കിടന്നുറങ്ങുന്ന ആ പയ്യന്റെ തുണിക്കെട്ടിൽ 2 ഡ്രാഗൺ ബോൾസ് ഉണ്ട്. അത് നീ എനിക്ക് കൊണ്ടുവന്ന് തരണം. അതിനുശേഷം നീ അവനെ കൊന്നു കളയണം. ഡോക്ടറാണെങ്കിൽ അവനോട് കെഞ്ചും, ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടരുത്, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. അതിന് ആ നിഞ്ചയാണെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തും. അടുത്ത നിമിഷം നമ്മുടെ സ്നോപ്പെണ്ണ് അവൾ ഡോർ തുറന്ന് അവിടേക്ക് വരികയാണ്. അവളാണെങ്കിൽ ഡോക്ടറിനെ ആ നിഞ്ച ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് ഷോക്കാവും. അവൾ ഒച്ചത്തിൽ നിലവിളിക്കും. നിഞ്ചയാണെങ്കിൽ ഞൊട്ടിയടയിൽ അവളെ പിടിച്ചു വലിച്ച് അവളുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. മര്യാദയ്ക്ക് ആ ഡ്രാഗൺ ബോൾസ് അത് എടുത്തുകൊണ്ടുവന്ന് താ. അതെനിക്ക് തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവളെ ഞാൻ കൊന്നു തള്ളും. വേറെ വഴിയില്ലാതെ ഡോക്ടറാണെങ്കിൽ ഗോക്കുവിന്റെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോൾസ് എടുക്കുകയാണ്. ആ റോബോട്ടാണെങ്കിൽ കാര്യം തിരക്കും. അതിന് ഡോക്ടർ പ്രത്യേകിച്ച് ഒന്നും മറുപടി പറയാതെ ആ നിഞ്ചയുടെ അടുത്തേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ സ്നോപ്പെണ്ണ് അവൾ ഉച്ചത്തിൽ നിലവിളിക്കും. ആ ശബ്ദം കേട്ട് റോബോട്ട് അവിടേക്ക് ഓടിയെത്തും. കാര്യം വഷളായെന്ന് മനസ്സിലാക്കിയ നിഞ്ച അവനാണെങ്കിൽ ജനൽ തകർത്ത് പുറത്തേക്ക് എടുത്തു ചാടി അവന്റെ വണ്ടിയിൽ ചേറിപ്പാഞ്ഞു പോവാണ്. ശബ്ദമൊക്കെ കേട്ട് ഉറക്കം ഞെട്ടിയ ഗോക്കു ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. ഉടനെ നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടർ അവനോട് പറയാണ്. അവൻ ടെൻഷനായി ഇപ്പോ ആ നിഞ്ചയുടെ പിന്നാലെ ഓടും. പക്ഷെ അവനാണെങ്കിൽ വളരെ സ്പീഡിൽ ിലൂടെ ആ വണ്ടിയുമായിട്ട് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഗോക്കു അവൻ ആ ഹാമേ പവർ അത് ഉപയോഗിക്കും. പവർ ആണെങ്കിൽ നല്ല ഫോഴ്സിൽ വന്ന് മുകളിലുണ്ടായിരുന്ന ഒരു മഞ്ഞുമലയിൽ ഞെട്ടിക്കും. മഞ്ഞുമല മുഴുവനായിട്ട് തകർന്ന് അവന്റെ നേർക്ക് വരുന്ന കണ്ട ആ ഒരു നിഞ്ച അവനാണെങ്കിൽ വണ്ടി ടേൺ ചെയ്ത് ഇപ്പൊ തിരികെ വരികയാണ്. പക്ഷെ അല്പദൂരം എത്തുന്നതിന് മുൻ പക്ഷേ എന്താ, അവന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ മഞ്ഞുമല അത് അവനെ വന്ന് മൂടുകയാണ്. ഗോക്കു ആണെങ്കിൽ അവിടേക്ക് എത്തും. അവന് നഷ്ടപ്പെട്ടു പോയ ഡ്രാഗൺ ബോൾസ് അത് അവൻ തിരികെ കിട്ടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഡോക്ടർ ആണെങ്കിൽ ആ റോബോട്ടിന്റെ ബോഡിയിലുള്ള ബോംബ് അത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തെടുക്കും. ഗോക്കു ആണെങ്കിൽ ആ ബോംബ് എടുത്ത് അവന്റെ പോക്കറ്റിലിട്ട് പുറത്തേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം അവർ ഡോക്ടറിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഗോക്കു അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു ബോംബ് അത് ദൂരേക്ക് വലിച്ചെറിയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ വില്ലൻ നിഞ്ച അവൻ വീണ്ടും ചില കാര്യമായിട്ടുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറി വരും. അടുത്ത നിമിഷം ആ ബോംബ് അവന്റെ നേർക്ക് വന്ന് പൊട്ടിത്തെറിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.